വെൽക്കം ബാക്ക് ടു സീപ്പ് ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു പുതുമുഖമായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആമിന എന്നാണ്. നിങ്ങളുടെ പുതിയ ബയോളജി ഫാക്കൽറ്റിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ പേരിലൊരു വെറൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ആമിനമാർക്കും ഒരു എ ഉള്ളൂ, ബട്ട് എനിക്ക് 2 എ ഉണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി അല്ലേ? അപ്പോൾ നമുക്ക് ഇത് സബ്ജക്റ്റിലോട്ട് വരാം. നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് അല്ലേ, നമുക്കൊന്ന് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് ക്ലിയർ ആക്കി തരാം. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ, അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ബേസിക് സയൻസ് എന്നാണ് പഠിച്ചത്. അതിലൊരു സയൻസ് ഉണ്ട്, ഓക്കെ, ബേസിക് സയൻസ്. അപ്പോൾ ഈ വർഷം, അതായത് നിങ്ങൾ 9th കടന്നപ്പോൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഇല്ല. അതിന് പകരം നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് എക്സ്ട്രാ വന്നു. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ 3 കൂടെ നിങ്ങൾ ചേർത്താണ് കഴിഞ്ഞ വർഷം ബേസിക് സയൻസ് എന്ന് പഠിച്ചത്. നിങ്ങൾ അറിഞ്ഞായിരുന്നു ആ കാര്യം? അപ്പോൾ ഈ വർഷം നമ്മൾ 3 തന്നെയാണ് പഠിക്കുന്നത്. 3 സാറായിരിക്കും പഠിപ്പിക്കുന്നത്, 3 ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഓക്കെ, അതിൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ ഇപ്പോൾ അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മൾ ബയോളജിയാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് തുടങ്ങിയത്. അതിൽ ബയോളജി പറ്റി പറയുവാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയിലും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്ന ഏതായിരിക്കും? ബയോളജി ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി രണ്ടും പാടുന്നല്ല, പക്ഷേ ബയോളജി നമുക്ക് കുറച്ച് വായിച്ച് അങ്ങനെ കുറച്ച് കൺസെപ്റ്റേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. മനസ്സിലാക്കിയാൽ സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആ വേർഡ്സ് അതുപോലെ വേണമെന്നുണ്ട്, അല്ലാതെ നമുക്ക് കുറച്ചും കൂടി എഴുതാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗുണം എന്തോന്ന് ബയോളജിക്കുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു ചിലപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഫിസിക്സിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്തുവാണെന്ന്, ബയോളജി ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് വേണമെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, അന്നോളുള്ളത് പഠിച്ചു പോവാം. ഓക്കെ, ഒരു വർഷം ഇപ്പോൾ ഒരു ക്ലാസ് കഴിയുകയാണെങ്കിൽ അപ്പം തന്നെ സ്ലൈഡ് ഒന്ന് റെഫർ ചെയ്യുക. നിങ്ങൾ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക. അതായത് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ റഫായിട്ട് ഒരു ബുക്കോ ഇതിലെടുത്ത് ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി ആ പോയിൻറ്റ്സ്, അതായത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നിങ്ങൾ എഴുതുക. അതിൽ നിന്ന് നിങ്ങൾക്ക് സെൻറ്റൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ലെക്ചർ നോട്ട് അറിഞ്ഞൂടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയും ഇങ്ങനെയാണ് ലെക്ചർ നോട്ട് എഴുതാനുള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ സ്ലൈഡ്സിലൂടെ പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ടു ലൈഫ് പ്രോസസ്സസ്, അതായത് ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അതിൽ തന്നെ ഒരു ലൈഫ് ഇല്ലേ, ചാപ്റ്ററിൻ്റെ ഒരു നൈമിൽ തന്നെ ഇല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ക്യാൻ ലൈഫ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി? അതായത് നമ്മുടെ ലൈഫ് കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ബയോളജിയിലെ ഒരു ഇൻട്രോയിലോട്ട് വന്നിരിക്കുന്നത്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് പറയും? എസ് ഓർ നോ. ആ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ എസ് പറയോ നോ പറയോ? അപ്പോൾ പകുതി പേരും എന്ത് പറയും? എസ്, ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ചിലർ നോ, ഒരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? അതുപോലെ ഈ ഒരു ചർച്ച സയൻറ്റിസ്റ്റുകളുടെ ഇടയിലും ഇതുപോലെ നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ തുടർച്ചയായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 21ാം നൂറ്റാണ്ടിൽ കുറേ സയൻറ്റിസ്റ്റുകൾ ലബോറട്ടറിയിൽ അതായത് ലാബിൽ അവർ ഒരു ബാക്ടീരിയ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ആ ഒരു ഇത് പറയണ പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ് അവർ ഏതുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് ബാക്ടീരിയ ആയിട്ടുള്ള ഈക്കോളൈ ബാക്ടീരിയ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഈക്കോളൈ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഈ പേര് കേൾക്കുന്ന? ഈക്കോളൈ എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയ്ക്ക് ഒരു എന്തു പറയാം, 2 സ്ഥലത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. അവർക്ക് 2 പ്ലേസിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇൻറ്റസ്റ്റൈൻ, കുടൽ. നമ്മുടെ ടെസ്റ്റിൽ ഇൻട്രോയിലുള്ളൊരു പാട്ടാണ് കേട്ടോ. 2 സോയിൽ.
ഇതിൽ രണ്ടിലും അവർക്ക് ഒരുപോലെ സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇത് ഫ്യൂച്ചറും കൂടി ആർക്കുണ്ട്? ഈക്വളി ബാക്ടീരിയയ്ക്കുണ്ട്. അപ്പോൾ ആ ഫസ്റ്റിൽ നിങ്ങൾ ഫസ്റ്റ് ബയോളജി ചാപ്റ്റർ എടുത്ത് ഫസ്റ്റ് പേജ് നോക്കുവാണെങ്കിൽ തന്നെ ഒരു 2 ബാക്ടീരിയ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കാം. ഒരാൾ പറയും നീ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞാനാണ് ഒറിജിനൽ എന്ന് പറയും. അപ്പം മറ്റേ പറയും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഒന്നും ഇല്ല, ഞാനാണ്, നമ്മൾ രണ്ടും ബാക്ടീരിയകളാണ് എന്ന് പറയും. അതിൽ ആര് പറയുന്നതാണ് ശരി? രണ്ടാമത്തെ ആൾ പറയണതാണ് ശരി. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഒന്നോ ഒറിജിനലിനൊന്നോ ഒന്നും ഇല്ല. കാരണം രണ്ടും ലബോറട്ടറിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. രണ്ടും ഒരു ജീവനാണ്. ആ ജീവൻ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ലക്ഷണത്തിലൂടെയാണ് നമ്മൾ അടുത്ത ഇതിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷന് മുമ്പായിട്ട് ഇങ്ങനെ അവർ പറഞ്ഞേക്കുവാണ്. ഒരാൾ പറഞ്ഞ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്, ഒരാൾ പറഞ്ഞ ഞാൻ ഡ്യൂപ്ലിക്കേറ്റും അല്ല ഒറിജിനൽ, നമ്മൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല ഒറിജിനൽ ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെ അതാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ ആ 2 ബാക്ടീരിയയുടെ ഒരു കോൺവെർസേഷൻ പോലെ ഉള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞതല്ലേ സത്യം? കാരണം മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? പേന വർക്കല്ലേ കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഒരു ജീവൻ നമുക്ക് ഇപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സയൻസ് ഓഫ് ലൈഫ് എന്നാണ്, അതായത് ജീവലക്ഷണങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ജീവലക്ഷണങ്ങൾ, സയൻസ് ഓഫ് ലൈഫ്, അതാണ് ഫസ്റ്റ്. എങ്ങനെയൊക്കെ ഒരു ലിവിങ് ഓർഗാനിസത്തിന് ജീവനുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും? അപ്പോൾ നിങ്ങളാണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും ഒരാൾക്ക് ജീവനുണ്ട്, അതൊരു ലിവിങ് തിങ് ആണോ അല്ലെങ്കിൽ അതൊരു നോൺ ലിവിങ് തിങ് ആണോ എന്നെങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? ഫസ്റ്റ് നമ്മൾ നോക്കും അത് ചലിക്കുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അല്ലേ? ഫസ്റ്റ് അത് ആണ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡോ, മൂവ്മെൻറ്റ്, ഗ്രോത്ത്, വളർച്ചയുണ്ടോ, അത് വളരുന്നുണ്ടോ, അതാ ഇന്ന് നാളെയും അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അതുപോലെയാണോ അതോ വളരുന്നുണ്ടോ, ഗ്രോത്ത്, അതൊരു മെയിൻ ഫാക്ടറാണ്. അതുപോലെ തന്നെ റെസ്പിറേഷൻ നമുക്കൊരു പറയാൻ വേണ്ടി പറ്റുന്നത് ഗ്രോത്ത്, റെസ്പിറേഷൻ. അതിൽ നമുക്കൊരു കോഡ് ഉണ്ട് കേട്ടോ. ഞാൻ കോഡ് ഇപ്പോഴേ പറയാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് പോവാവേ. MGRRR. നിങ്ങൾ RRR മൂവി ഉണ്ടായിരുന്നു രാംചരൻ്റെയൊക്കെ? അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, MG ആണ് RRൽ ഉണ്ടായിരുന്നു. MG അങ്ങനെയൊന്നും ഇല്ല, എന്നാലും നമുക്കൊരു കോഡായിട്ട്, കോഡ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ഇതൊരു അല്ലാതെ എന്തെന്ന് പറയാം, നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് MGRRR. ഓക്കെ, M മീൻസ് മൂവ്മെൻറ്റ്, ഗ്രോത്ത്. ഒരു ഇതിന് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ ജീവിയല്ല, ആ ഒരു സാധനത്തിന് ലൈഫ് ഉണ്ടോ, ജീവനുണ്ടോ എന്ന്. ഒരു എക്സാമ്പിളിൽ ഒരു ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡിക്ക് ജീവനുണ്ടോ ഇല്ലേ നമ്മൾ എങ്ങനെ അറിയും? അത് ചലിക്കുന്നുണ്ടോ? അത് ചലിച്ചാൽ നമ്മൾ വേറൊരു പേര് പറയും, പിന്നെ പ്രേതമായി, ഗോസ്റ്റായി, പൂജയായി. ഓക്കെ, അങ്ങനെയല്ല. അപ്പോൾ ഒരു ഡെഡ് ബോഡി എന്തായാലും ചലിക്കത്തില്ല. അതുപോലെ ഒരു ജീവനുള്ള വസ്തു മാത്രമേ ചലിക്കത്തുള്ളൂ. അത് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തത് ഗ്രോത്ത്. ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ അതിന് വളർച്ച ഉണ്ടാവോ? ഇല്ല. അപ്പോൾ മൂന്നാമത്തേതാണ് റെസ്പിറേഷൻ. നമ്മൾ ഒരു ഡെഡ് ബോഡി ആയി തന്നെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത്? ആദ്യം നമ്മൾ മൂക്കി നോക്കും, ശ്വാസം എടുക്കുന്നുണ്ടോ അതോ എടുക്കുന്നില്ലേ എന്നല്ലേ. ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയും അയ്യോ ആൾ പോയി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ റെസ്പിറേഷൻ അതിൽ മെയിൻ ഘടകമാണ് കേട്ടോ. പിന്നെ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. അതുപോലെ തന്നെ റെസ്പോൺസ് മീൻസ് പ്രതികരണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ടീച്ചർ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തിരുന്നത് നിങ്ങളത് നോണ്ടി അല്ലെങ്കിൽ അടിച്ച്, ആ ഓൺ ദി സെക്കൻഡിൽ നിങ്ങൾ അപ്പം തന്നെ റെസ്പോൺസ് കൊടുക്കത്തില്ലേ, തിരിച്ചൊന്നും കൊടുക്കത്തില്ലേ? പ്രതികരണശേഷി. അപ്പോൾ എല്ലാത്തിലും വേണം കേട്ടോ പ്രതികരണശേഷി. അപ്പോൾ നമുക്ക് ചുരുക്കി ഞാൻ പറയാം, സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് 5 കാര്യങ്ങൾ. MGRRR ഫിലിം ഓർത്താൽ മതി. നമുക്ക് MG അറിയാലോ. ഓക്കെ, മൂവ്മെൻറ്റ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, റെസ്പിറേഷൻ, അതുപോലെ തന്നെ റെസ്പോൺസ്. ഈ 5 ഫാക്ടറാണ്. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നിങ്ങൾ വലുതായിട്ട് ഇതിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് സെല്ലുണ്ട്. എന്തോന്ന്, ഇപ്പോൾ നമുക്ക് സെല്ലുണ്ട്, അതുപോലെ തന്നെ സെൽ സ്ട്രക്ചറുണ്ട്. ആ സെൽ സ്ട്രക്ചറും സെൽ ഫങ്ഷനിങ്ങും ഒരുപോലെ നടക്കണമെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഉണ്ടായെന്ന് എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ സെല്ല് ഡിവൈഡ് ചെയ്ത് നമ്മളൊന്ന് വളർന്നാൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നമുക്കതിൽ സെൽ സ്ട്രക്ചറും അതുപോലെ തന്നെ
സെൽ ഫങ്ഷനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ ഇത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു സ്ലൈഡ് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് വായിച്ച് നമുക്ക് കത്തത്തില്ല, പേജ് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പറയുകയാണ്. ഓക്കെ, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സെൽ ഫങ്ഷൻ. ഇത് സെൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിൽ ഒരു സെല്ലിന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ട്? കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്, നൈട്രജൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിലില്ല എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ ബോഡിയിലും ഉണ്ട്. അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ നമുക്ക് നടത്തിയിട്ടുണ്ട്. അതൊന്നും ടെസ്റ്റ് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. അതെല്ലാം നമ്മുടെ ബോഡിയിലും ഉണ്ടെന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് നടക്കുകയുള്ളൂ, റെസ്പിറേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഓക്സിജൻ നമ്മൾ വായുവിലൂടെ ശ്വസിക്കുന്നു, അത് ബ്രീത്തിങ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ബാക്കി കാർബൺ അതുപോലെ തന്നെ ഫോസ്ഫറസ് അതൊക്കെ എങ്ങനെ നമുക്ക് കിട്ടുന്നു? നമ്മുടെ ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോണത്. ഓക്കെ, അതിൽ നമുക്ക് എല്ലാം പറഞ്ഞു. ഫോസ്ഫറസ് നമ്മൾ എഴുതിയില്ലല്ലോ. കാർബൺ, കാൽഷ്യം, ഹൈഡ്രജൻ, അതുപോലെ തന്നെ നൈട്രജൻ. മെയിനാണ് നമ്മൾ എഴുതിയില്ല, ഓക്സിജൻ. ഇവരൊക്കെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇവരൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വേണമെന്നുള്ള ആൾക്കാരാണ്. ഓക്കെ, നമുക്ക് അതിലൂടെ സ്ലൈഡ്സിൽ പോകാം. മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷനിങ്. കുറേ മോളിക്യൂൾസ് നമുക്ക് വേണം സെല്ല് ഫങ്ഷൻ ചെയ്യാനും, അതുപോലെ തന്നെ ആ സെൽ സ്ട്രക്ചർ അതിൻ്റെ ആ ഘടനയൊക്കെ ഒന്നിക്കാൻ നമുക്ക് ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ തന്മാത്രകൾ ആവശ്യമാണ്. ഓക്കെ, അതിലുള്ളത് നമ്മൾ പറഞ്ഞു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം ഇവരെല്ലാം നമുക്ക് എന്തുവാണ് ആവശ്യമാണ്, നമ്മുടെ ബോഡിയിലൊക്കെ വേണ്ടി ഇവർക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഇതൊക്കെ ഇത് സത്യത്തിൽ ഒരു കെമിസ്ട്രി ടച്ച് ഇല്ലേ? ഓക്കെ, അപ്പം നമ്മളെ ബോഡിയിലുള്ള ഈ തന്മാത്രകൾ മോളിക്യൂൾസിനെ നമ്മളൊരു പേര് പറയും, ബയോമോളിക്യൂൾസ്. അപ്പോൾ അതാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്, ഇതാണ്ട് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസിന്റെ ഡെഫിനിഷൻ, ബയോമോളിക്യൂൾസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. അതായത് നമ്മുടെ ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്നത് ബയോമോളിക്യൂൾസ് കൊണ്ടാണ്. അതായത് ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുവാണ്. ആ വീട് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? കുറച്ച് ഇഷ്ടികൾ. ഒരു ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഇഷ്ടികൾ കൂടിച്ചേർന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു എന്ന് വിചാരിച്ചോ, ഒരു ഇഷ്ടിക. ഈ ഇതേപോലെ കോടാനുകോടി ഇഷ്ടികൾ, കുറേ ഇഷ്ടികൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്കൊരു വീടെന്നുള്ളൊരു സംഭവം ആവുള്ളൂ. അതുപോലെ നമ്മളെ ബോഡി ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ കുറേ മോളിക്യൂൾസ് വേണം. കാർബൺ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ഇതിങ്ങനെ കുറേ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സെൽസ് എല്ലാം അതിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കെമിസ്ട്രി ഇതാണ്. നമ്മൾ എന്തെന്ന് പറയുന്നത് മോളിക്യൂൾസ്, അതെല്ലാം നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതല്ലേ. നമ്മുടെ ബോഡീസ് എന്തൊക്കെ ഉണ്ടോ അതിനെ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ബയോയുടെ മീനിങ് എന്താ? ലൈഫ്. ഓക്കെ, ലൈഫ് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഇതിനെയും നമ്മൾ എന്തെന്ന് പറയും? മോളിക്യൂൾസിനെയും ബയോമോളിക്യൂൾസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് ബയോമോളിക്യൂൾസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലെക്ചർ നോട്ട് എഴുതണമെന്ന്, അപ്പം നിങ്ങൾക്ക് എഴുതാം ബയോമോളിക്യൂളിന് എഴുതാം. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ബയോമോളിക്യൂൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വൺ വേർഡിന് ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചിട്ട് ഇതിന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ ബയോമോളിക്യൂൾ ആണ്. ഓക്കെ, ഈ ബയോമോളിക്യൂൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ? നമുക്കിത് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലൂടെ പോകാം. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. ഇവർ ഇത്രയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയണത്. ഈ കാർബോഹൈഡ്രേറ്റിൽ
നമ്മൾ ഫസ്റ്റ് ബയോമോളിക്യൂൾസ് നമുക്ക് ഇതുള്ളതുകൊണ്ട് നമുക്കിതിൽ ഹൈലൈറ്റ് ചെയ്ത് പോവാം. ബയോമോളിക്യൂൾസിൽ നാല് ഇതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. ആദ്യം കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, 4 പേര്. അതിൽ ബയോമോളിക്യൂൾസ് ഫസ്റ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൈമല്ലേ. ഇപ്പോൾ ജിമ്മിൽ പോകണവരുണ്ടാവും, അല്ലാതെ നമ്മൾ പറയും നമ്മൾ ഈ കാർബ്സ് അത്രയും കഴിച്ചിട്ടാണ്, ഈ ചോറ് അതുപോലെയുള്ള കഴിച്ചിട്ടാണ് നമുക്ക് ഈ ഇത് പറഞ്ഞത്, ഇനി നമുക്ക് രാത്രി നമുക്ക് നൈറ്റ് ചപ്പാത്തി മതി, ചോറൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറയൂലേ. അതാണ് കാർബ്സ്. അത് നമ്മുടെ ഫുഡിലൂടെ കൊടുക്കുന്ന സാധനമാണ് എന്തോന്ന്, കാർബോഹൈഡ്രേറ്റ്. അതായത് കാർബോഹൈഡ്രേറ്റിലുള്ള സബ് ഡിവൈഡ്, അതായത് ഡിവിഷൻ ചെയ്തുള്ള ഒരു ഇതാണ് എന്തത്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള. ഗ്ലൂക്കോസ് നിങ്ങൾ കേട്ടില്ല, ഗ്ലൂക്കോസ് പൊടി. അതുപോലെ തന്നെ ഈ ഫ്രക്ടോസ്, ഈ ഫ്രൂട്ട്സിലുള്ള ഷുഗേഴ്സിനെ പറയുന്ന ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇവകളെല്ലാം ഏതിലുള്ളതാണ്, കാർബോഹൈഡ്രേറ്റിലുള്ളതാണ്. ഇനി സെക്കൻഡ് വൺ ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് നമുക്കറിയാം, കൊഴുപ്പുകൾ. ലിപ്പിഡ്സ് അതിലുള്ളതാണ് ഫാറ്റ്, ഓയിൽസ്. രണ്ടെണ്ണേ ഉള്ളൂ, ഫാറ്റ്, ഓയിൽസ്. അതായത് നമ്മൾ എണ്ണ, കൊഴുപ്പ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ പറയും ഉച്ചയ്ക്ക് പൊരിച്ച മീൻ ഇല്ലാതെ തിന്നാത്തവരുണ്ട്, ചോറ് തിന്നാത്തവരുണ്ട്. അതുപോലെ അതൊക്കെ നമ്മളെ ഫുഡിലൂടെ സപ്ലിമെന്റ് ചെയ്യണമല്ലേ. ചിലത് നമുക്ക് ഫുഡിലൂടെ ഉണ്ടാവും, ചിലത് നമ്മളെ ബോഡി തന്നെ നിർമ്മിക്കുന്നതും ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് പ്രോട്ടീൻ, നാലാമത്തേത് ന്യൂക്ലിക് ആസിഡ്. പ്രോട്ടീനിലുള്ളത് 3 പേരാണ്, ഹോർമോൺ, എൻസൈംസ്, ആന്റിബോഡി. അതിൽ നമ്മൾ എൻസൈംസും ഹോർമോൺസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് തന്നെ പഠിക്കുന്നത്. ഈ അടുത്ത സ്ലൈഡ്സിൽ അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ ആൻറ്റിബോഡി? നിങ്ങൾ ആൻറ്റിബോഡി കേട്ടിട്ടുണ്ടോ? കേൾക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരികയാണെന്ന് വിചാരിച്ചു. എക്സാമ്പിൾ, ആര് വീട്ടിൽ വരുമ്പോഴല്ല, നമ്മുടെ വൈറസ്, ബാക്ടീരിയ, അവരെ നമ്മളെ ബോഡി കിടന്നെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബോഡിക്ക് മനസ്സിലായി, ഇവൻ എന്നിലുള്ള ആളല്ല, ഇവൻ പുറത്തുനിന്നൊന്നും ഒരുത്തനാണ്, ഇവൻ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ല. അത് നല്ലൊരു കാര്യമാവട്ടെ, അതൊരു മോശം കാര്യമാവട്ടെ, ഒരു ജേമോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ട് ചെയ്യുന്ന ഇതാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റിബോഡീസ് എന്ന് പറയും. അത് നമ്മൾ കൂടുതൽ പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ആൻറ്റിബോഡീസ്. അടുത്തത് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് DNA, RNA. DNA ഒരു 3/4 പേരും കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയും ഇവൻ അച്ഛൻ്റെ ജീനാണ്. ജീനും DNA ഏതാണ്ട് ഒന്നാണ് കേട്ടോ. അച്ഛൻ്റെ ജീനാണ്, അല്ലെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെ DNA ആണ്, അച്ഛൻ്റെ സ്വഭാവമാണ്, അമ്മയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് DNA. DNA കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 10ൽ ഫസ്റ്റ് ജെനറ്റിക്സ് ആ ചാപ്റ്ററിൽ എനിക്കൊന്ന് DNA പറ്റി പഠിക്കും. അതും ഇല്ലെങ്കിൽ നമ്മൾ +1 +2 ഡീറ്റെയിൽഡ് ആയിട്ട് +1ലും പഠിക്കും, +2ലും പഠിക്കും. പോരാത്തതിന് നമ്മൾ കെമിസ്ട്രിയിലും നമ്മൾ എന്ത് പഠിക്കും, DNA പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ടേബിളാക്കി തന്നാലോ അറേഞ്ച് ചെയ്യാൻ തന്നാലോ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബയോമോളിക്യൂൾസ് പറഞ്ഞു. ബയോമോളിക്യൂൾസ് എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയാം. അതിൽ ബയോമോളിക്യൂൾസ് നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. അതിൽ സബ് ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഏതിൻ്റെ സബ് ഡിവിഷനാണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ സബ് ഡിവിഷനാണ്. അപ്പോൾ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാറ്റ്, ഓയിൽ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ. പ്രോട്ടീൻസിൽ പറഞ്ഞാണ് എൻസൈംസ്, ഹോർമോൺസ്, അതുപോലെ തന്നെ ആൻറ്റിബോഡി. ന്യൂക്ലിക് ആസിഡ്, DNA, RNA. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലേ? നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ, അടുത്ത സ്ലൈഡ്സിലോട്ട് പോവാം. അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് കേൾക്കേണ്ട ഒരു വാക്കാണ് മെറ്റബോളിസം. നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടുണ്ടോ? മെറ്റബോളിസം. അതായത് അതിനൊരു സിമ്പിൾ ഡെഫിനിഷൻ, നിങ്ങൾ ഈ ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി. ഈ സെൻറ്റൻസ് നിങ്ങൾ ടെസ്റ്റിലുള്ളതാണ്. ഓൾ ദ കെമിക്കൽ റിയാക്ഷൻ ടുഗദർ ടേക്ക് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം കാൾഡ് മെറ്റബോളിസം. അതായത് ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ടീച്ചർ എന്ത് ഇനി നോക്കി അതുപോലെ വായിച്ചു, നമുക്കത് അറിയാം. അതല്ല, നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ഇപ്പോൾ കെമിസ്ട്രിയിലും കുറേ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. അതൊക്കെ നമ്മുടെ ലാബ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അത് വെളിയിൽ നടക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ നമ്മുടെ
എന്തെന്ന് പറയാ, ഒരു ജീവനുള്ള വസ്തുവിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും നമ്മൾ പറഞ്ഞ പേരാണ് മെറ്റബോളിസം. All such chemical reaction together take place in an organism called metabolism. ഈ മെറ്റബോളിസം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നോക്കൂ, മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ? അനാബോളിസം, അതുപോലെ തന്നെ കേറ്റബോളിസം. ഇത് രണ്ടും കൂടി ചേർന്ന് എന്താവും? മെറ്റബോളിസം ആവും. ഓക്കെ, മെറ്റബോളിസം നമുക്ക് രണ്ടായി തിരിക്കാൻ പറ്റും, അനബോളിസും അതുപോലെ തന്നെ കേറ്റബോളിസും. അനബോളിസം ഉണ്ട്, കേറ്റബോളിസം ഉണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ സ്ലൈഡ് എടുത്ത് തന്നെ അതിനെ രണ്ടായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് സ്ലൈഡ്സിലൂടെ പോവാം. ഫസ്റ്റ് വൺ, അനബോളിസം. അനബോളിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒരു കൺസ്ട്രക്ഷനാണ്. അതായത് ഈ ചെറിയ ചെറിയ മോളിക്യൂൾസിനെ എല്ലാം കൂടി ചേർത്ത് ഒരു ആന മീൻസ് അനബോളിസം. ആനക്ക് ഇത് വലിപ്പമില്ലേ, അതുപോലെ വലിപ്പമുള്ള ഒരു വലിയൊരു സാധനമാക്കി കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ സംഭവമാക്കണതിന് എന്തെന്ന് അനബോളിസം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഫോട്ടോസിന്തസിസ്, അതായത് കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ വാട്ടറും കൂടി ചേർന്ന് ആരുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു, C6H12O6. ഫോട്ടോസിന്തസിസ് അതിനൊരു എക്സാമ്പിളാണ്. അതായത് കാർബൺ എന്ന് പറയുന്ന കുറച്ച് മോളിക്യൂൾസ്, അതുപോലെ തന്നെ ഓക്സിജന്, അടുത്ത കാര്യം ഹൈഡ്രജൻ, ഓക്സിജൻ, ഇവരെല്ലാം കൂടി ചേർന്ന് ആരായിട്ട് മാറുന്നു? വലിയ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അതായത് കുഞ്ഞു തന്മാത്രകൾ, മോളിക്യൂൾ ചേർന്ന് വലിയൊരു ഇതായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് അനബോളിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, അടുത്തതാണ് കേറ്റബോളിസം. അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. കേറ്റബോളിസം മീൻസ് ബ്രേക്ക് ഡൗൺ ആണ്. അതായത് മുറിച്ച് ചെറിയ കണികകളാക്കി മാറ്റും. ഒരു വലിയ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ കണികകളാക്കി മാറ്റും. അതിന് എക്സാമ്പിളാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ചെയിൻ പോലെയാണ് എപ്പോഴും പ്രോട്ടീൻ കാണപ്പെടുന്നത്. ആ പ്രോട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ മുറിച്ച് ചെറിയ എന്താക്കി മാറ്റും? അമിനോ ആസിഡ് ആയിട്ട് മാറും. ഈ പ്രോട്ടീൻ്റെ ഓരോരോ ചെറിയ സബ് യൂണിറ്റ് നമ്മൾ എന്താണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്ട്രാ പോയിന്റുകൾ അതായത് അമിനോ ആസിഡ് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് എന്തുമായി മാറുന്നത്? പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇതിനെ നമ്മുടെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആരായിട്ട് മാറ്റും? അമിനോ ആസിഡ് ആയിട്ട് മാറ്റും. അതാണ് കാറ്റബോളിസം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒന്നേ ഉള്ളൂ, കൺസ്ട്രക്ഷൻ അതായത് ഉണ്ടാക്കുന്നതാണെങ്കിൽ അനബോളിസം, അതായത് ഉണ്ടാക്കി ഒരു വലിയ ആനയുടെ അത്ര, അതാണ് അനബോളിസം. അതുപോലെ തന്നെ കാറ്റബോളിസം, ഒരു പ്രോട്ടീൻ നമ്മൾ കട്ട് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു? ചെറിയ ഇതായിട്ട് മാറ്റുന്നു. അതിന് നമ്മൾ എന്ത് പറയും? കാറ്റബോളിസം. ഓർ ബ്രേക്ക് ഡൗൺസ് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് പ്രോട്ടീൻ നമ്മൾ പറഞ്ഞത്. നമുക്ക് സ്ലൈഡ്സിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ മെറ്റബോളിസം, അനബോളിസവും അടുത്ത് നമ്മൾ പറഞ്ഞു ഏതാണ് കാറ്റബോളിസം. നിങ്ങളിപ്പോൾ തന്നെ ഈ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഇതൊന്നും നോട്ടിൽ എഴുതണമെങ്കിൽ ഞാൻ എഴുതിയതുപോലെ എഴുതാം. മെറ്റബോളിസം എഴുതാം, രണ്ട് ഇതാക്കുക, ഏതൊക്കെ അനബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്, അങ്ങനെ എഴുതാം. അടുത്ത അനബോളിസത്തിൽ നമ്മൾ പറയുന്ന ഒരാളാണ്. അപ്പം ഞാൻ നേരത്തെ ഇതാണ് പറഞ്ഞത്, ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ്. പ്ലാന്റ് സിന്തസിസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ആരുണ്ടാക്കുന്നു? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നു. ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് എന്തോന്ന്? ഫോട്ടോസിന്തസിസ്. ഓക്കെ, അത് എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിക്കാം. അനബോളിസിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ, അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? കാറ്റബോളിസത്തിൻ്റെ എക്സാമ്പിളാണ്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഇൻടു അമിനോ ആസിഡ്. പ്രോട്ടീനെ നമ്മൾ മുറിച്ച് ആരായിട്ട് മാറ്റുന്നു? അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, മെറ്റബോളിസം, അനാബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എഴുതിക്കോളൂല്ലോ, സെയിം ഇത് തന്നെയാണ് കേട്ടോ. കാറ്റബോളിസം, അനബോളിസം,
ഫോട്ടോസിന്തസിസ്, പ്രോട്ടീൻ്റെ വിഘടനം എന്ന്. കാർബണും ഓക്സിജനും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് ആയിട്ട് നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ വിഘടനം, പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറയുന്നത്. കാറ്റബോളിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ, നമ്മുടെ എൻസൈംസ്, ഹോർമോൺസ്, അത് ഏതിലാണ് പറഞ്ഞത്? എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും കത്തി എന്നാണ് ഉത്തരം. മീൻസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെന്നാണ് അർത്ഥം. നമ്മൾ ഏതിലാണ്? പ്രോട്ടീൻസിലാണ് നമ്മൾ ഏത് പറഞ്ഞത്? എൻസൈംസും ഹോർമോൺസും പറഞ്ഞത്. എന്താണ് ഈ എൻസൈംസ്? അതായത് ഈ നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ട്രില്യൺസ് ഓഫ് എന്തുന്നുണ്ട്, സെൽസ് ഉണ്ട്. ആ സെൽസിൽ, ഓരോ സെൽസിലും, ഈച്ച് സെൽസിലും ഒരു ഹൺഡ്രഡ്സ് ഓഫ് ലൈഫ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അത്രയും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിയാക്ഷൻ നമ്മുടെ ബോഡി നടന്നാലും നമ്മുടെ സെൽ സ്ട്രക്ചർ ഉണ്ടാവും, സെൽ ഫങ്ഷൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഒരു ഇതിൽ ഇത്രയും റിയാക്ഷൻസ് നമ്മളെ ബോഡിയിൽ നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ ഈ എൻസൈംസ് ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റും. എൻസൈംസിൻ്റെ റോള് ഞാൻ പറഞ്ഞുതരാം. ഈ എൻസൈംസ് ഇല്ലാതെയാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ എഴഞ്ഞ് ഇങ്ങനെ പതിയെ, അതായത് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നടക്കേണ്ട ഒരു റിയാക്ഷൻ 1 മണിക്കൂർ എടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 1 സെക്കൻഡും 1 മണിക്കൂറും തമ്മിലുള്ള ഡിഫറൻസ്, അത്രയും ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എൻസൈംസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. ആ എൻസൈംസ് ഇല്ലാത്തത് കാരണത്താൽ നമ്മുടെ ബോഡിയിൽ പല ഡിസീസ് വരാൻ കണ്ടീഷൻ ഉണ്ട്, ജനറ്റിക് ഡിസോർഡർ വരാനുള്ള ഇതുണ്ട്, ചാൻസസ് ഉണ്ട്. അപ്പോൾ എൻസൈംസ് അത്രയും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ ഇത് പറഞ്ഞതിൽ അർത്ഥം. ഓക്കെ, അപ്പോൾ എൻസൈംസ് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ആണെന്ന് പറഞ്ഞുതരാം. എൻസൈംസ് ആർ മോളിക്യൂൾ വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ. ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ ഏതാണ് ട്രില്യൺസ് ഓഫ് സെൽസിൽ? ഓരോ സെൽസിലും ഹൺഡ്രഡ്സ് ഓഫ് റിയാക്ഷൻ, ഒരു സെല്ലിൽ അങ്ങനെ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ, 37 ട്രില്യൺസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്രയും റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, എൻസൈംസ് ആർ മോളിക്യൂൾ വിച്ച് ഹെൽപ്പ് സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഓർഗാനിസം എവറി മൊമെന്റ്, അല്ലെങ്കിൽ എവറി സെക്കൻഡ് എന്നാണ് പറയുന്നത്. അതാണ്ട് ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു എൻസൈം ഇല്ലെങ്കിൽ 1 സെക്കൻഡിൽ ചെയ്യേണ്ട പണി 1 മണിക്കൂർ എടുക്കും. അങ്ങനെ എത്ര ഇതുണ്ട്? 37 ട്രില്യൺസോളം സെൽസ് ഉണ്ട്. ഓരോ സെൽസിലും ഹൺഡ്രഡ്സ് ഓഫ് റിയാക്ഷൻ അറ്റ് എ ടൈം നടക്കണ്ടേ? അപ്പോൾ നമുക്ക് ആവശ്യമാണ്? എൻസൈംസിന് ആവശ്യമാണ്. അടുത്ത അതിൽ സെക്കൻഡ് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻ. ഓക്കെ, മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻ. അതിൽ ഭൂരിഭാഗവും എന്താണ്? പ്രോട്ടീൻസ് ആണ്. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് ആണ് എൻസൈംസിൽ കൂടുതലും. ഓക്കെ, ഹോർമോൺസ് ഇല്ലെന്നല്ല, ഉണ്ട്. അതിൽ മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻ. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഉമിനീര്, സലൈവയിലുള്ള സലൈവറി അമലേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം. ആ എൻസൈം ഇല്ലെങ്കിൽ നമ്മൾ ചവച്ച് ഇപ്പം നിങ്ങൾ ആലോചിക്കും സലൈവ ഇല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള കാര്യം. അപ്പോൾ 2 എക്സാമ്പിൾസാണ് നമുക്കുള്ളത്. സലൈവറി അമലേസിലുള്ള, അതായത് സലൈവറി അമലേസ് എവിടെ കാണപ്പെടും? സലൈവയിൽ കാണപ്പെടുന്ന സലൈവറി അമലേസ്, അതുപോലെ തന്നെ നമ്മൾ ആമാശയത്തിൽ കാണപ്പെടുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉള്ള പെപ്സിൻ എന്ന് പറയുന്ന എൻസൈംസ്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഏത് സലൈവയിലുള്ള എൻസൈം ഏത്? സലൈവറി അമലേസ്. അതിൽ സലൈവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കത്തും. പക്ഷേ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ, അത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും ഇതാക്കല്. എൻസൈംസും ഹോർമോൺസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈംസ് പറഞ്ഞു. അടുത്ത നമ്മൾ ഹോർമോൺസ്. നമ്മൾ എൻസൈംസ് ഉണ്ടല്ലോ, പിന്നെ ഹോർമോണിൻ്റെ ഇതെന്തോന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി ഒന്ന് റെഗുലേറ്റ് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മളെ റെഗുലേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ ആരുണ്ട്? നമ്മുടെ HM ഉണ്ട്, കോർഡിനേറ്റ് ചെയ്യാൻ.
ഓക്കെ, അപ്പം നമ്മുടെ ബോഡീനെ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്, നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സ് ആയിട്ടുള്ള എല്ലാ കെമിക്കൽ മോളിക്യൂൾസിനെയും റെഗുലേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരാൾ വേണം. ആ അയാളാണ് ആര്? ഹോർമോൺ. നമുക്ക് മലയാളത്തിലൂടെ ഒന്ന് പറയാം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോൺ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് രണ്ട് ഇതുണ്ട്. ഹോർമോൺ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. അതിൽ ഈ നമ്മൾ പറയാൻ പോകുന്നതെല്ലാം എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ ഇനി എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, വേറെ കളർ മാറ്റാവേ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ that control the function of sex organs are the examples of hormones. അതിൻ്റെ ഹോർമോൺസിന് എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അതായത് നമ്മുടെ സെക്സ് ഓർഗൻസ് ആണ് ഇവരെല്ലാം. അതായത് ഒരു ബോയ് മെച്ചുറായി ഒരു മെന്നിലോട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ, അതുപോലെ തന്നെ ഗേൾസ് അതുപോലെ മാറണമെങ്കിൽ ഈ ഹോർമോൺസ് വേണം. അതായത് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നുള്ള ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ തന്മാത്രകൾ വേണം. അതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്സ് ഓർഗനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ഏതൊക്കെയാണ് സെക്സ് ഓർഗനെ ചെയ്യുന്ന ഹോർമോൺസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ? ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ബയോമോളിക്യൂൾസിലെ പ്രോട്ടീനിലെ 2 എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇത് നമ്മൾ ബാക്കി എല്ലാത്തിൻ്റെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൽ നമ്മൾ എക്സാമ്പിളിൽ പഠിച്ചത് എൻസൈംസും ഹോർമോൺസും ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ വാട്ട് ഈസ് എൻസൈം എന്ന് ചോദിച്ചാൽ മറ്റേ വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ എൻസൈംസ് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡി ഒന്ന് റെഗുലേറ്റും കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് സലൈവറി അമലേസ്, സലൈവയിലുള്ള സലൈവറി അമലേസ്, ഗാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ, ഇതാണ് എൻസൈംസിൻ്റെ എക്സാമ്പിൾ. പിന്നെ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസും എന്താണ്? എൻസൈംസ് ആണ്. ഓക്കെ, ഹോർമോൺ എന്ന് പറഞ്ഞാൽ തെറ്റി. ഇപ്പം നിങ്ങൾക്ക് അസേർഷൻ റീസൺ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹോർമോൺസിൽ പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഓക്കെ, അതായത് നിങ്ങൾക്ക് വൺ വേർഡിൽ എന്തെങ്കിലും തന്നാൽ എഴുതാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്താലോ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഫസ്റ്റ് ഉണ്ടാക്കിയ ബാക്ടീരിയയാണ് നമ്മൾ ഈക്കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞു. ഈക്കോളി ബാക്ടീരിയ 2 ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാം, അതുപോലെ തന്നെ മണ്ണിലും സോയിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഈക്കോളി ബാക്ടീരിയക്ക്. പിന്നെ ഒരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ ഒരാളെ കണ്ടാൽ ഇതിനെ കണ്ടാൽ നമുക്ക് ലൈഫ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി നമ്മൾ 5 സയൻസ് ഓഫ് ലൈഫ്, ജീവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് 5 പേരെ പഠിച്ചു. ഏതൊക്കെ? MGRR, മൂവ്മെന്റ്, ഗ്രോത്ത്, റെസ്പോൺസ്, റീപ്രൊഡക്ഷൻ ആൻഡ് റെസ്പോൺസ്. ഈ 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ജസ്റ്റ് ചോദിക്കാം ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് അറിയത്തില്ല എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് PYQs ഇല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻ ഓഫ് ലൈഫ് പഠിച്ചു. അതായത് ജീവലക്ഷണങ്ങൾ, ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് ബയോമോളിക്യൂൾസ് എന്താണെന്ന് പറഞ്ഞു. ഈ പറയുന്നതാണ് ഞാൻ പറഞ്ഞ ലെക്ചർ നോട്ട് എന്ന് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീക്യാപ്പ് ചെയ്യുമ്പോൾ എഴുതി പോകണം. അപ്പം നിങ്ങൾ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ നോട്ടായിരിക്കും റെഫർ ചെയ്യുക. എന്നിട്ട് ഈ സ്ലൈഡ്സിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആവും. അത് ഞാൻ തന്ന ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ ബയോമോളിക്യൂൾസ് ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മാത്രം മതി. അതിൽ പറഞ്ഞ ആൾക്കാർ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്. അതിൽ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അത് പറഞ്ഞു. ലിപ്പിഡ്സിൽ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞു. അതിൽ നമ്മൾ പ്രോട്ടീൻസിലെ എൻസൈംസിനെയും ഹോർമോൺസിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഓക്കെ, ആരൊക്കെയാണ്? എൻസൈംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡി റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതെന്ന് പഠിച്ചു.
അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. സലൈവറി അമലേസ്, ഏതിൽ സലൈവയിലുള്ള സലൈവറി അമലേസ് അതൊരു എൻസൈമിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള നമ്മുടെ പെപ്സിൻ അതൊരു എൻസൈമാണ്. ഇത് രണ്ടും അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയത് എനിക്കിതാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോർമോൺസിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് മെറ്റബോളിസം. മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, കാറ്റബോളിസം, അനബോളിസം. ഇപ്പം നമുക്ക് ഒരു ഇത് തരയാണ്, മെറ്റബോളിസം പ്ലസ് കാറ്റബോളിസം ഈസ് ഈക്വൽ ടു മെറ്റബോളിസം. ഓക്കെ, അതിൽ മെറ്റബോളിസത്തിൻ്റെ ഫോട്ടോസിന്തസിസ് ഏത് ഇതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് എഴുതും? മെറ്റബോളിസം അല്ല, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അനബോളിസവും ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? കാറ്റബോളിസവുമാണ്. അതായത് ഫോട്ടോസിന്തസിസ് ഒരു കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും കൂടെ ചേർന്ന് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞൊരു വലിയ മോളിക്യൂൾ ഉണ്ടാവുകയാണ്. അതായത് കുറേ ചെറിയ ചെറിയ തന്മാത്രകൾ ചേർന്ന് വലിയൊരു തന്മാത്ര ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? അതായത് ഉണ്ടാക്കുക, കൺസ്ട്രക്ഷനാണ് എന്തെന്ന് പറയാം? ഫൈനൽ അനബോളിസം എന്ന് പറയാം. കാറ്റബോളിസം ബ്രേക്ക് ഡൗൺ, ചെറുതായിട്ട് മുറിച്ചത് പൂച്ച, ക്യൂട്ടല്ലേ, ചെറുതല്ലേ പൂച്ച, അതേപോലെ ചെറുതാക്കി മാറ്റുന്നതാണ് കാറ്റബോളിസം എന്ന് പറയാം. ആ വാക്ക് വെച്ച് ഫെമിലിയർ ആവാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പോണത് ഇവര് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ സബ്സ്റ്റൻസ് ഒക്കെ വേണം. എങ്ങനെയാണ് ഇവർക്ക് ഈ സബ്സ്റ്റൻസ് എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ 3 വരെ പഠിക്കും, 4 വരെ പഠിക്കും. ഏതൊക്കെ? അമീബയെ പഠിക്കും, പ്ലാന്റ്സിനെ പറ്റി പഠിക്കും, അനിമൽസിനെ പറ്റി പഠിക്കും. ഓക്കെ, 3 വരെ ഉള്ളൂ കേട്ടോ. അമീബ, പ്ലാന്റ്സ്, അനിമൽസ്. ഓക്കെ, അതിൽ അമീബയെ പറ്റി പറയണമെങ്കിൽ നമുക്ക് വരച്ച് തന്നെ പറയാം. അമീബ നിങ്ങൾക്ക് അറിയാം, അമീബ ഏറ്റവും വരയ്ക്ക് എളുപ്പമായാണ് അമീബ. കാരണം അമീബയ്ക്ക് എന്തില്ല, ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പ് കാര്യങ്ങളൊന്നുമില്ല. അമീബ വരച്ച് ഈ അമീബയിൽ നമുക്ക് അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, അതായത് ഏകകോശ ജീവിയാണ്. നമുക്കറിയാലോ അമീബ എന്ന് പറയുന്നത്. ഈ അമീബയ്ക്ക് പുറത്ത് വേറൊരു ഒറ്റ സെല്ലായത് കൊണ്ട് തന്നെ അതിന് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആരാണ്? സറൗണ്ടിങ്സ് തന്നെയാണ് അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അമീബ ഇങ്ങനെ വരച്ചു. ഇതിൽ നമ്മൾ ഈ യെല്ലോ കളറിട്ട് മാർക്ക് ചെയ്തേക്കണല്ലേ, ഹൈലൈറ്റ് എടുക്കട്ടെ. ഇവിടെ 3 ഈ ഇതല്ല, അതിൻ്റെ പുറത്ത് വേറൊരു ഇതില്ല. കാരണം അമീബ എന്ന് പറയുന്നത് ഏകകോശ ജീവിയാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ചോദിച്ചാൽ സറൗണ്ടിങ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡ്സിലൂടെ പോകാം. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എൻ്റർ ദ സൈറ്റോപ്ലാസ്മം ത്രൂ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ പറഞ്ഞില്ലല്ലോ, അമീബയുടെ ഈ സെൽ മെംബ്രെയിൻ അറിയാം. അതിന് സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെയില്ല, വേറെ ഒന്നും കടക്കാനുള്ള ഇതില്ല അതിന്. സെൽ മെംബ്രെയിനിലൂടെ സബ്സ്റ്റൻസ് പാസ് ചെയ്ത് ഏതിലോട്ട് പോകുന്നു? സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് അതിൻ്റെ സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മലയാളത്തിലും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അതായത് ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. കോശദ്രവ്യം മീൻസ് സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് അമീബ. അടുത്ത ഇനി അനിമൽസിന്റെ കേസ് പറഞ്ഞാലോ. നമുക്കറിയാം അനിമൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ഏകകോശ ജീവിയാണോ? നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ സെൽസ് ഇങ്ങനെ കാണും. ഓക്കെ, ഇതാണ് സെൽസ്. ഈ സെൽസിന് സറൗണ്ടിങ് ആയിട്ട് ഫ്ലൂയിഡ്സ് കാണും. ഇതുപോലെ ഫ്ലൂയിഡ്സ് ഇങ്ങനെ കാണും. ഈ ഫ്ലൂയിഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എന്തോന്നാണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് വഴിയാണ് ആര്? നമ്മുടെ ജന്തുക്കൾ അല്ലെങ്കിൽ അനിമൽസ് ആ സബ്സ്റ്റൻസിനെ സെല്ലിലോട്ട് സൈറ്റോപ്ലാസത്തിലോട്ട് എത്തിക്കുന്നത്. അത് ക്ലിയർ ആയോ? സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അണ്ടർഗോ സർട്ടൈൻ ചേഞ്ചസ്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി മാറ്റങ്ങൾക്കൊക്കെ വിധേയമായി സെൽ മെംബ്രെയിനിൽ കൂടി സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അതാണ് സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അണ്ടർഗോ സർട്ടൈൻ ചേഞ്ചസ്.
ആൻഡ് റീച്ചസ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ആ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും ഫ്രം ദെയർ ഇറ്റ് എൻറ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദി സെൽ മെംബ്രെയിൻ. അതുവഴി സെൽ മെംബ്രെയിനിൽ കൂടി സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കുന്നു സബ്സ്റ്റൻസ്. അതെങ്ങനെ? അപ്പോൾ നമ്മൾ രണ്ടുപേരെ പറഞ്ഞു. ആരൊക്കെ? അമീബേനെ പറ്റി പറഞ്ഞു. അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു സെല്ലില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സറൗണ്ടിങ് ആണ്. അത് അത്ര ഏതിൽ പഠിക്കാനുള്ളൂ? നമ്മൾ അമീബയിൽ പഠിക്കാനുള്ളൂ. അനിമൽസിലോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അനിമൽസ് എന്ന് പറഞ്ഞ ഒരു ആൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ കുറേ കോശങ്ങൾ അല്ലെങ്കിൽ കുറേ സെൽസ് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് കാണും. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ആ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലോട്ടാണ് ആ ഈ സബ്സ്റ്റൻസ് വരും. അവിടെ നിന്നും സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലോട്ട് എത്തിക്കും. ഓക്കെ, അപ്പോൾ ഒരാൾ മിസ്സിങ് ആയി. പ്ലാന്റ്സ്. ഇനി നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. അതിന് ജന്തുക്കൾ കോശങ്ങൾക്കിടയിലുള്ള ദ്രവ്യം ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കടിയിലെ ദ്രവ്യത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് ഏത്? അനിമൽസ്. ഓക്കെ, ഓർ ജന്തുക്കൾ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാന്റ്സിനെ പറ്റിയാണ്, ഓർ സസ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് പ്ലാന്റ്സിന് 3 വഴികളുണ്ട്. അതായത് ഈ സബ്സ്റ്റൻസ് ചെയ്യാൻ 3 വഴി അവർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. ഓക്കെ, അതായത് കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലൂടെയും അവർക്ക് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ത്രൂ ദ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കാൾഡ് പ്ലാസ്മോഡെസ്മാറ്റ ദാറ്റ് കണക്ട് അഡ്ജസന്റ് സെൽസ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയി കാണൂല എന്താണ് മിസ് ഇത് വായിച്ചതിലുള്ള നമുക്കത് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോ. ഇതിനിപ്പോൾ എ എന്നും അതുപോലെ തന്നെ ബി എന്നും മാർക്ക് ചെയ്തേക്കണം കണ്ടോ. അതായത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് സെൽ ഏതിൻ്റെ അകത്തൂടാം ഈ ഹൈലൈറ്റ് ചെയ്ത് തരാം. സെൽ വാളിൻ്റെ കൂടെയും സെൽ വാൾ ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, അതായത് സെൽ വാളിൻ്റെ കൂടെയും എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ കൂടെയും ആർക്ക് പ്ലാന്റ്സിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും സബ്സ്റ്റൻസിനെ. അതിൻ്റെ ഇതാണ് വെയിറ്റ്. ഇതാ കണ്ടോ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ഇതിലേക്കൂടെ പോയി കണ്ട എക്സ്ട്രാ സെൽ വാളിൻ്റെ കൂടെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. നമ്മൾ പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് ഏതാണ്? 2 കോശങ്ങൾ അല്ലെങ്കിൽ സെൽസിനിടയിലുള്ള ഫ്ലൂയിഡ്സിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് എന്ന്. ആ സെൽസിലൂടെ ഇതാ ഇങ്ങനെ പോകും. അടുത്തത് ബി, നമ്മൾ സൈറ്റോപ്ലാസ്മിക് എന്ന് പറയും. അതായത് സൈറ്റോപ്ലാസ്മിക് പ്ലാസ്മോഡെസ്മാറ്റ എന്നാണ് പറയുന്നത്. പ്ലാസ്മോഡെസ്മാറ്റ മീൻസ് 2 സെല്ലുകൾ കണ്ട, ഈ 2 സെല്ലുകൾക്കിടയിലുള്ള കണക്ഷനെയാണ് പ്ലാസ്മോഡെസ്മാറ്റ. ആ ചാനൽ വഴിയാണ് ഇത് ഇങ്ങനെ പോകണം കണ്ടോ. പ്ലാസ്മോഡെസ്മാറ്റ സൈറ്റോപ്ലാസ്മം വഴി അവർക്ക് ഇങ്ങനെ സബ്സ്റ്റൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്. ത്രൂ ദ സെൽ വാൾ ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് നമ്മൾ പറഞ്ഞു. ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് സെൽ വാൾ വഴി അതിന് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് വഴി അതിന് പറയാൻ വേണ്ടി പറ്റും. ആ സൈറ്റോപ്ലാസ്മിക് ഇതിനെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയും. നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ സ്ലൈഡ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ലൈഡ്സിലുള്ള ഈ 3 പോയിന്റ്സ് പഠിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? സെൽ വാളിൻ്റെ കൂടെയും എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൻ്റെ കൂടെയും പ്ലാന്റ്സിന് ഫസ്റ്റ് വഴി പോകാൻ പറ്റും. അതാണ് എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് പ്ലാസ്മോഡെസ്മാറ്റ, അതായത് സൈറ്റോപ്ലാസ്മിക് കണക്ഷനെയാണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്കുള്ള ഒരു കണക്ഷനെയാണ്. അതുവഴി അതിന് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്രം വൺ സെൽ ടു അനദർ സെല്ല് അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്കും അതിന് പോകാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കാൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോൾ മലയാളത്തിലൂടെ നമുക്ക് നോക്കാം. കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ അതുപോലെ തന്നെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവപാതയിലൂടെ, അതായത് ബി എന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ സൂം ചെയ്ത് നോക്കി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെയും ഈ സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലാന്റ്സിന് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ 3 പേരെ നമ്മൾ പഠിച്ചു. ആരൊക്കെ? റീക്യാപ്പ് പോലെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കത്തായി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. അമീബയെ പറ്റി പറഞ്ഞു. അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആനിമൽ ഇതായിട്ടുള്ള പ്ലാന്റ്സിനെയും അനിമൽസിനെയും നമ്മൾ പറഞ്ഞു. ജന്തുക്കളും സസ്യങ്ങളെയും പറ്റി നമ്മൾ പറഞ്ഞു. അതായത് യൂണിസെല്ലായിട്ടുള്ള അമീബ സിമ്പിളാണ്, അതിന് വേറെ ഒന്നുമില്ല, ഒരൊറ്റ കോശമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സറൗണ്ടിങ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാന്റ്സ് ആണെങ്കിൽ ഏത് പ്ലാന്റ്സിന് ആണ് 3 പോയിന്റ് ഉള്ളത്. അതായത് ഒന്നെങ്കിൽ സെൽവാൾ ഇതിൽ കൂടി കോശഭിത്തിയിലൂടെ അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ കൂടെ പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അത് പ്ലാസ്മോഡെസ്മേറ്റ കണക്ഷൻ വഴി പോകാൻ പറ്റും. അല്ലെങ്കിൽ വൺ പ്ലാസ്മ മെമ്പറൈൻ ടു വൺ സെൽ ടു അനദർ, ഏത് പ്ലാസ്മ മെമ്പറിൽ നിന്നും ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് പോകാൻ വേണ്ടി പറ്റും. 3 ഇതിൽ ആർക്ക് പോകാൻ പറ്റും, സസ്യങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. അതുപോലെയാണ് ആർക്ക്, അനിമൽസിന് ഒറ്റ ഇതേ ഉള്ളൂ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പോകാൻ വേണ്ടി പറ്റും. അവിടെ ഹൈലൈറ്റ് ചെയ്തില്ലല്ലേ. From external environment undergo changes reaches the extracellular fluid. Okay, അതിൽ കൂടെ പോകാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ടോ? ഉണ്ട്. ആർക്കൊക്കെ? പ്ലാന്റ്സിനും അനിമൽസിനും ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. അത് വലുതായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് എക്സാമിന് ചോദിച്ചാൽ പ്ലാന്റ്സിനുള്ളത് സെൽ വോൾ ആൻഡ് കോമ്പോണൻസ് ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് എയർ സാക്ക് ബിറ്റ്വീൻ സെൽസ്. കോശഭിത്തിയിലും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവ്യവായു അറകളും, അതാണ് അതിൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സെൽ വോൾ ആൻഡ് കമ്പോണൻറ്റ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, എയർ സാക്ക് ബിറ്റ്വീൻ സെൽസ്, അത് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നു. അത് വലിയ പ്രാധാന്യം ഇല്ല കേട്ടോ. അനിമൽസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സെർവ് ആസ് ആൻ ഇന്റേണൽ ഫ്ലൂയിഡ്. അവർക്ക് നമ്മൾ ആനിമൽസിന് പറഞ്ഞത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തന്നെയാണ് എന്തോന്ന്, ഇന്റേണൽ എൻവയോൺമെന്റ്. അതായത് കോശങ്ങൾക്കിടയിലെ സ്ഥലത്തുള്ള കാണപ്പെടുന്ന ദ്രവ്യം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അത് മാത്രമേ അനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് ഉള്ളൂ. ഓക്കെ, അതാണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയാം. ഇനി നമുക്കൊരു വാക്ക് പരിചയപ്പെടാനുണ്ട്, ഹോമിയോസ്റ്റാറ്റസിസ് എന്ന് പറയും. എന്താണ്? സമസ്ഥിപാലനം എന്ന് പറയും. സമസ്ഥിപാലനം അതായത് എല്ലാം ഒരു കോർഡിനേറ്റ് വേ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് മിതമായി പോണം. അല്ലെങ്കിൽ ഇപ്പം ഒരു ചൊല്ലുണ്ട്, എന്തോന്ന്, അമൃത് അധികമായാലും എന്താണ്, പണിയാണ് എന്നുള്ള ഇതിൽ അമൃത് അധികമായാലും വിഷമെന്നാണ് കേട്ടോ. അതുപോലെയാണ് ഹോമിയോസ്റ്റാറ്റസിസ്. അതൊന്നൊരു പരിസ്ഥിതി പാലനം ആ ഒരു നിലയ്ക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. കാരണം ഒന്നിൻ്റെ റേഷ്യോ കൂടുതൽ, ഇപ്പോൾ നമുക്ക് എല്ലാം വേണം, കാർബൺ വേണം, ഓക്സിജൻ വേണം, എല്ലാം വേണം. പക്ഷെ പ്രോട്ടീൻ്റെ അളവൊന്ന് കൂടി അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവൊന്ന് കൂടി എങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് പ്രശ്നം വരത്തില്ല. അതുപോലെ തന്നെയാണ് എല്ലാം ഒരു സമസ്ഥി പാലനം അല്ലെങ്കിൽ ഒരു സന്തുലിത അവസ്ഥയിൽ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ഹോമിയോസ്റ്റാറ്റിസിസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ്, അതായത് ഇന്റേണൽ എൻവയോൺമെന്റ് അതായത് ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെയാണ് പരിസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റും അതുപോലെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എല്ലാം ഒരു ലിമിറ്റ് വരെ എല്ലാം ഒന്ന് കോൺസ്റ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിനായാലും എല്ലാത്തിനും ഒരു തകരാറ് വരും. അത് നമ്മൾ ടെസ്റ്റിലൊരു പോയിന്റ് പറയുന്നത് ഈവൻ ഡെത്ത് വരെ സംഭവിക്കാമെന്ന് ടെസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് ചോദിച്ചാൽ ഹോമിയോസ്റ്റാറ്റിസ് നീഡ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസം ഒന്ന് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ ആരുടെ ആവശ്യമുണ്ട്, മെറ്റബോളിസം നന്നായിട്ട് നടക്കണമെങ്കിൽ സമസ്ഥി പാലനം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നടക്കണം. അതായത് ഇന്റേണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നടക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കൂടെ ആക്കി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്കൊന്ന് റീകോൾ ചെയ്യാം ഇന്നത്തെ ദിവസം എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരു ബാക്ടീരിയയെ പറ്റി പറഞ്ഞു. ആ ബാക്ടീരിയ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഈക്കോളൈ. പിന്നെ എന്താണ് ബയോമോളിക്യൂൾസ്, അതിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സെൽ എന്ന് പറയുന്നത്, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്തോന്നാണ്, ബയോമോളിക്യൂൾസ് ആണ്. നമുക്ക് സ്ലൈഡ്സിലൂടെ ഒന്ന് ഇതാക്കി നിൽക്കാം. ഓക്കെ, ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു ആരെ, ബയോമോളിക്യൂൾസിന്. പിന്നെ അതിൻ്റെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ആരൊക്കെ,
കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്, അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് നോക്കി പോവാം. പിന്നെ മെറ്റബോളിസം, അനബോളിസം എന്താണ്, കേറ്റബോളിസം എന്താണ്, അനബോളിസിൻ്റെ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ കേറ്റബോളിസത്തിൻ്റെ എക്സാമ്പിൾ ബ്രേക്ക് ഡൗൺസ് ഓഫ് ഫോട്ടോസിന്തസിസ്, അതിൽ എൻസൈംസ്, അതുപോലെ ഹോർമോൺസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ എൻസൈംസ് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ, ആ എൻസൈംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സലൈവയിലുള്ള സലൈവറി അമലേസ്, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസും എന്തുകൊണ്ടാണ് എൻസൈംസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോർമോൺസ് എക്സാമ്പിൾ സെക്സ് ഓർഗൻസിലെ ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, അതൊന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ അമീബയുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ആണെന്ന് പറഞ്ഞു. അനിമൽസ്, ജന്തുക്കളിലുള്ളത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ 3 ഉണ്ട്. ഏതൊക്കെ, സെൽ വാളും എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, പ്ലാസ്മോഡെസ്മേറ്റ കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 സെൽസിൻ്റെ ഇടയിൽ കൂടി ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ, അതുവരെ നമ്മൾ പഠിച്ചു. പിന്നെ ഇന്റേണൽ എൻവയോൺമെൻറ്റ് പ്ലാന്റ്സിലും അനിമൽസിലും ഉണ്ടെന്ന് പറഞ്ഞു. അനിമൽസിൽ സെയിം ആസ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തന്നെയാണ്. എന്നാൽ പ്ലാന്റ്സിൽ സെൽ വാൾസും അതിൻ്റെ കമ്പോണൻസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്, പിന്നെ എന്തോന്നാണ് എയർ സാക്ക് ബിറ്റ്വീൻ സെൽസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറഞ്ഞത് ഇന്റേണൽ എൻവയോൺമെൻറ്റ് പ്ലാന്റ്സിലും അനിമൽസിലും ഉള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് എന്തിനാണ് ഹോമിയോസ്റ്റാറ്റിസിസ്, നമ്മുടെ മെറ്റബോളിസം കൃത്യമായി നടക്കണമെങ്കിൽ നമുക്കൊരു പരിസ്ഥിതി പാലനം അല്ലേ, സമസ്തി പാലനം അത് വേണം. ഓക്കെ, ഹോമിയോസ്റ്റാറ്റിസ് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതുകൂടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത് കഴിഞ്ഞു, ക്ലാസ് ഇതാക്കി. ഇനി നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ഇനി അടുത്തൊരു പാർട്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് ഇതാകും. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.